പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 3 ചൊവ്വ. പ്രധാന വാർത്തകൾ. ഒമാൻ അഗ്രോ ഫുഡ് പ്രദർശനത്തിന്റെ 6ാമത് പതിപ്പിന് മസ്കത്തിൽ തുടക്കമായി. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലാണ് കാർഷിക ഭക്ഷ്യ ബന്ധന വ്യാപാര പ്രദർശനം നടക്കുന്നത്. കൃഷി മത്സ്യബന്ധനം ജലവിഭവ മന്ത്രാലയത്തിന്റെ രക്ഷാകർതൃത്വത്തിലുള്ള പരിപാടി നാളെയാണ് സമാപിക്കുക. നൂതനാശയങ്ങളെ പിന്തുണയ്ക്കാനും കൃഷി, മത്സ്യബന്ധനം, ഭക്ഷണം എന്നിവയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗുറിയാത്ത് വിലായത്തിലെ സിംഗ് ഹോളിന് സമീപം ഹവിയത്ത് നജാം പാർക്ക് വികസന പദ്ധതിയുമായി മസ്കത്ത് നഗരസഭ പാർക്കിന്റെ വികസനത്തിനുള്ള ടെൻഡർ പ്രഖ്യാപിച്ചു. പ്രതിവർഷം ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന ഇവിടെ കൂടുതൽ വിനോദ സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുകയാണ് നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത്. തലസ്ഥാനത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 100 കിലോയിലധികം ലഹരി പദാർത്ഥങ്ങളും 17,700 ലഹരി ഗുളികയുമായി സ്വദേശിയടക്കം 7 പേർ അറസ്റ്റിലായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. 100 കിലോയിലധികം ഹാഷിഷ്, ക്രിസ്റ്റൽ മെത്ത്, കഞ്ചാവ്, ഹെറോയിൻ എന്നിവയും 17,700 സൈക്കോട്രോപിക് ഗുളികകളുമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. 6 ഏഷ്യക്കാരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ജനറൽ ഡയറക്ടറേറ്റ് ഫോർ കോംബാറ്റിംഗ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വിഭാഗമാണ് പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയത്. മസ്കത്ത് ഗവർണറേറ്റിൽ സീബ് വിലായത്തിലെ മഫേല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം. പ്രദേശത്തെ മെറ്റൽ ആക്രി വിൽപ്പന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ആർക്കും പരിക്കുകളൊന്നുമില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി എക്സിൽ പ്രസ്താവനയിൽ പറഞ്ഞു. പെട്ടെന്ന് തീ പടർന്നത് പ്രദേശത്ത് സൂക്ഷിച്ചിരുന്ന നിരവധി സാധനങ്ങൾ കത്തിനശിക്കാൻ ഇടയാക്കി. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രദേശത്താകെ പുക നിറയുകയും ചെയ്തു. അഗ്നിശമന സേനാംഗങ്ങൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പ്രദേശത്ത് തുടർച്ചയായ തീപിടുത്തങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തത്. വർക്ക്ഷോപ്പ്, ഗോഡൌൺ, കടകൾ എന്നിവിടങ്ങളിൽ വിവിധ തീപിടുത്തങ്ങൾ ഈ ദിവസങ്ങളിലായി ഇവിടെയുണ്ടായി. സംഭവങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തീപിടുത്തങ്ങൾ ആവർത്തിക്കുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ വീഴ്ച വരുത്തുന്നത് അപകടങ്ങൾ തുടരാൻ ഇടയാക്കുന്നു. നിരവധി വാണിജ്യ പ്രവർത്തനങ്ങളാണ് മഫേല ഇൻഡസ്ട്രിയൽ ഏരിയയിലും പരിസരങ്ങളിലും നടത്തിവരുന്നത്. ധോഫാർ ഗവർണറേറ്റിലെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് ആശ്വാസമായി എംബസി കോൺസുലാർ ക്യാമ്പ്. സോഷ്യൽ ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പിൽ കോൺസുലർ, കമ്മ്യൂണിറ്റി വെൽഫെയർ, പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. രാവിലെ 8:30 ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് 4:30 വരെ തുടർന്നു. സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 100 കണക്കിന് പ്രവാസികൾ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ക്യാമ്പിലെത്തി. ഇന്ത്യൻ എംബസിയുടെ സഹായം ആവശ്യമായി നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയും വിവിധ വിഷയങ്ങൾ എംബസി അധികൃതരുടെ മുന്നിൽ ഉണർത്തുകയും ചെയ്തു. ക്യാമ്പിൽ ഉന്നയിക്കപ്പെട്ട പ്രവാസികളുടെ പ്രശ്നങ്ങൾ എംബസി ഉദ്യോഗസ്ഥർ യഥാവിധി ശ്രദ്ധിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. മറ്റു കാര്യങ്ങൾക്കായി തുടർന്ന് സജീവമായി ഇടപെടുകയും ചെയ്യും. സാമൂഹിക പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. വൈകുന്നേരം 5:30 ആരംഭിച്ച ഓപ്പൺ ഹൗസ് 7 മണി വരെ തുടർന്നു. ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് നേതൃത്വം നൽകി. കോൺസുലാർ ഏജന്റ് ഡോക്ടർ സനാതനൻ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികൾ, വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓപ്പൺ ഹൗസിൽ ധോഫാറിലെ പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വിവിധ വിഷയങ്ങൾ അംബാസിഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ത്രിദിന ബെൽജിയം സന്ദർശനത്തിന് തുടക്കം. ഫിലിപ്പ് രാജാവിന്റെയും മറ്റിൽഡെ രാജ്ഞിയുടെയും ക്ഷണം സ്വീകരിച്ചാണ് സുൽത്താൻ ബെൽജിയത്തിലെത്തിയത്. സന്ദർശനത്തിന്റെ ഭാഗമായി രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്.
സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും. നയതന്ത്ര ഘടകം തുറമുഖം, ഊർജ്ജ സഹകരണം, സാംസ്കാരിക സഹകരണം, പ്രതിരോധം, ബയോ ഫാർമസ്യൂട്ടിക്കൽ മേഖല, ബഹിരാകാശം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച നടത്തും. ഒമാനിൽ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പരിശോധനയ്ക്ക് മുഴുവൻ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭൂരിഭാഗം സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലും സൗകര്യമൊരുക്കിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആളുകളുടെ പേരോ മറ്റ് വിവരങ്ങളോ വെളിപ്പെടുത്താതെ തന്നെ പരിശോധന നടത്താനും റിപ്പോർട്ട് കൈപ്പറ്റാനും സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. രോഗം മറച്ചുവെക്കലും വിവേചനവുമെല്ലാം ആരോഗ്യ പരിപാലന സേവനങ്ങൾക്ക് പ്രധാന തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ആരോഗ്യ മന്ത്രാലയം എല്ലാ വിഭാഗങ്ങൾക്കും രഹസ്യ സ്വഭാവത്തോടെ പരിശോധന നടത്തി വരുന്നുണ്ട്. സ്വദേശികൾക്കും വിദേശികൾക്കും പരിശോധനാ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്, എന്നാൽ ഇത് നിർബന്ധമല്ല. കൂടാതെ എയ്ഡ്സ് കണ്ടെത്തുന്നതിന് ഗർഭിണികളായ അമ്മമാർക്കും ഇത് നൽകുന്നുണ്ട്. എയ്ഡ്സ് ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനായി ആഗോളതലത്തിൽ ലഭ്യമായ ഏറ്റവും പുതിയ മരുന്നുകളാണ് ഒമാനിലും ഉപയോഗിക്കുന്നത്. സമൂഹത്തിലെ മറ്റ് അംഗങ്ങളിലേക്ക് വൈറസ് പടരുന്നത് തടയുന്നതിന് ഇത് സഹായിക്കുന്നു. രോഗിയെ തന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. നേരത്തെയുള്ള രോഗനിർണയം വൈറസിനെ നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ പരിശോധനകൾ നടത്തുന്നതിനും മികച്ച ചികിത്സ നൽകുന്നതിനും വളരെ മർമ്മപ്രധാനമാണ്. പലരും ചികിത്സ സ്വീകരിക്കാൻ മടിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഈ രോഗം സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ള അവരുടെ ഭയമാണ് ഇതിനുള്ള കാരണം. എന്നാൽ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സ്റ്റാഫ് ഈ രോഗികളുമായി തുടർച്ചയായി ആശയവിനിമയം നടത്തി ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും അവഗണിച്ചാൽ സമൂഹത്തിനുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് എയ്ഡ്സ് പരത്തുന്നത്. HIV ബാധിക്കുന്നതിന്റെ ഫലമായി രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും മറ്റു മാരക രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു. ആരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ പൊതുവെ കാണിക്കാറില്ല. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 2 വർഷം മുതൽ 15 വർഷം വരെ എടുക്കാം. പനി, തൊണ്ടവേദന, തൊലിപ്പുറത്തുള്ള പാടുകൾ, ഓക്കാനം, തലവേദന, പൂപ്പൽ ബാധ, മോണ രോഗം, കപ്പോസിറ്റ് സാർക്കോമ, ഒരുതരം അർബുദം, നിരന്തരമായുള്ള വായിലെ പുണ്ണ്, ഹെർപ്പിസ് ബാധ തുടങ്ങിയവയാണ് എയ്ഡ്സിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ക്രമേണ രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നത് വഴി ശരീരഭാരം കുറയുക, വയറിളക്കം, ദീർഘകാലത്തെ പനി, കയലവീക്കം എന്നിവയൊക്കെ കാരണമാകാം. പ്രധാനമായും HIV പകരുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, രോഗബാധിതരിൽ നിന്നും രക്തം അല്ലെങ്കിൽ അവയവം എന്നിവ സ്വീകരിക്കുന്നത് വഴി, അണുവിമുക്തമല്ലാത്ത സിറിഞ്ചുകളുടെ ഉപയോഗം, അമ്മയിൽ നിന്ന് കുട്ടികളിലേക്ക് ശരീരസ്രവം വഴി എന്നിവയിലൂടെയാണെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ വർഷം പുതിയതായി 221 HIV അണുബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. HIV 54 പേർ സ്ത്രീകളാണ്. രാജ്യത്തെ ആകെ HIV ബാധിതരുടെ ആകെ എണ്ണം 2339 ആയി ഉയർന്നു. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ 70% ലൈംഗിക ബന്ധങ്ങളിലൂടെയും മറ്റുള്ളവ മയക്കുമരുന്ന് പങ്കിടൽ, അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരൽ എന്നിവയിലൂടെയുമാണ്. രക്തപകർച്ച മൂലമുള്ള കേസുകളൊന്നും സുൽത്താനേറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വിവാഹത്തിന് മുമ്പ് HIV പരിശോധന ആവശ്യമാണെന്നും മിക്ക അയൽരാജ്യങ്ങളിലും ഇത് ബാധകമാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.